ഞാനൊക്കെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് റിലീസായ ഒരു സിനിമ എൻ്റെ മോൻ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് ഒരു ഫ്രഷ് റിലീസിൻ്റെ അതേ ഫീലിലും ത്രില്ലിലും മനസ്സ് നിറഞ്ഞങ്ങോട്ട് കാണാൻ പറ്റിയ ഒരു സന്തോഷമുണ്ടല്ലോ. രാവണപ്രഭു കാണാൻ പോയ കാര്യമാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഐവ റേഞ്ച് ഓഫ് ലാലേട്ടൻ അല്ലേ, ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത്. എന്നേക്കാൾ ആവേശം എൻ്റെ ഏട്ടനായിരുന്നു കേട്ടോ. രാവണപ്രഭു ഒരു 10-22 കൊല്ലം മുമ്പ് റിലീസ് ചെയ്യുമ്പം ഏട്ടൻ ഏതാണ്ട് 6ാം ക്ലാസ്സിലങ്ങോട്ട് പഠിക്കുന്ന സമയമാണ്. അന്ന് ഹരിപ്പാട് സ്വാതിയിൽ വീട്ടിൽ പറയാതെ സ്കൂളിൽ നിന്ന് ക്ലാസ്സും കട്ട് ചെയ്ത് പോയിരുന്ന് കണ്ട പടമാണ് കേട്ടോ. നെക്സ്റ്റ് പഠിക്കാതിരിക്കുമോ. എൻ്റെ ഏട്ടനെ പോലെ ഓരോരുത്തരെ പോലെ ഇന്നത്തെ കട്ട ലാലേട്ടൻ ഫാൻസിനെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പഞ്ച് കൊടുത്തിട്ടുള്ള ഒരു സിനിമയും കൂടി ആയിരുന്നല്ലേ രാവണപ്രഭുവൊക്കെ. നമ്മുടെ ഒരു ഈ സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു 10-20 വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഓരോ ഓർമ്മകളും ഈ സിനിമ തരും. ഈ സിനിമയിലെ പാട്ട്, ഈ സിനിമയിലെ ഫൈറ്റ് നമുക്ക് ലാലേട്ടനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങളില്ലേ, അതും നമുക്കതിന് കൂട്ടത്തിൽ ഓർമ്മ വരും. അപ്പോൾ നമ്മുടെ മനസ്സും കൂടെ നിറഞ്ഞിരുന്ന ഈ സിനിമ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിലെല്ലാം രസം എൻ്റെ കിച്ചാപ്പ് ഓർഡറിന്നുണ്ടല്ലോ, 4 വയസ്സേ ഉള്ളേ അവന്. ലാലേട്ട എന്ന് പറഞ്ഞാൽ സീറ്റിലിരുന്ന് അവനും കൂക്കി വിളിക്കുമായിരുന്നു. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ ഏട്ടൻ്റെ കൂടെ കൂടിയ ശേഷം ഞാൻ ഇത്രയധികം ലാലേട്ട ഫാനായിട്ടുള്ളത്. ഏട്ടൻ ഭയങ്കര ലാലേട്ട ഫാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുള്ളൂ. ഞാൻ ഇതുപോലെ ഒരു ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. ഏട്ടൻ്റെ ബ്രദറിനെ പറ്റിയിട്ട്, അച്ഛനെ പറ്റിയിട്ട്, അമ്മയെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും പറയുമ്പം എനിക്കത്തില്ലേ, അതുപോലെയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വികാരമാണ് ആ മനുഷ്യന്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു തിയേറ്ററിലെ ആവേശം. തിയേറ്ററിലെ ആവേശം ഭയങ്കരമായിരുന്നു. നമ്മൾ ഫീൽ തന്നെ വേണം കേട്ടോ. എണീച്ച് പോയി എല്ലാവരും ഡാൻസ് കളിക്കായിരുന്നു. എനിക്കും കൂടെ എണീച്ച് ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ഒതുങ്ങി സീറ്റിൽ തന്നെ അങ്ങ് ഇരുന്ന്. അതേ പറ്റിയുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. ബൈ. എല്ലാവരും പോയി കാണണം കേട്ടോ. നല്ല രസമാണ്.